ഹലോ മൈ ഡിയേഴ്സ്, എല്ലാവർക്കും ദക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ ഈ ഒരു ഓഗസ്റ്റ് മാസ ഫലങ്ങൾ എന്തൊക്കെയാണ്, എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, എന്തൊക്കെ ഭാഗ്യങ്ങളാണ് നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വരുന്നത്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്നിവിടെ നോക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യുന്നത് പയൽ റീഡിംഗ് ആണ്. അതുകൊണ്ട് തന്നെ ഇവിടെ നമ്മൾ 2 പയൽസ് വെച്ചിട്ടുണ്ട്, നമ്പർ 1 ആൻഡ് നമ്പർ 2. അപ്പോൾ ഇവിടെ ആ ഒരു നമ്പർ 1 എന്ന് പറയുന്നത് ഗ്രീൻ ഇങ്കിൽ എഴുതിയിട്ടുള്ളതാണ്, അതുപോലെ തന്നെ നമ്പർ 2 എന്ന് പറയുന്നത് റെഡ് ഇങ്കിൽ എഴുതിയിട്ടുള്ളതാണ്. അപ്പോൾ ഈ 2 പയൽസിൽ നിന്ന് നിങ്ങൾക്ക് ഏത് പയലാണോ തിരഞ്ഞെടുക്കാൻ തോന്നുക, അല്ലെങ്കിൽ ഏത് പയലാണോ നിങ്ങളെ കൂടുതലായിട്ടും കോൾ ചെയ്യുന്നതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുക, ആ ഒരു പയൽ ചൂസ് ചെയ്യുക. അതിനുശേഷം അതിൻ്റേതായിട്ടുള്ള റീഡിംഗ് കാണുക. അപ്പോൾ ഇത് കാണുന്ന ഒരുപാട് വ്യക്തികൾ ഉള്ളത് കൊണ്ട് തന്നെ നിങ്ങളുടേതായിട്ടുള്ള കാര്യങ്ങൾ മാത്രം നിങ്ങൾ കണക്കിലെടുക്കുക. നിങ്ങളുടെ എനർജി ആയിട്ട് ഫീൽ ചെയ്യാത്തതോ അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫുമായിട്ട് ബന്ധമില്ലാത്ത കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് വിട്ട് കളഞ്ഞേക്കുക. അതുപോലെ തന്നെ ഒരു പയൽ കണ്ടതിന് ശേഷം നിങ്ങളുടേതായിട്ട് മാച്ച് ചെയ്ത് തോന്നിയില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നെക്സ്റ്റ് പയൽ കൂടി ചൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഒട്ടും സമയം കളയാതെ നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം. അപ്പോൾ അതിന് മുൻപായിട്ട് ഈ ഒരു 2 പയൽസിൽ നിന്ന് ഒരു പയൽ സാവകാശം തിരഞ്ഞെടുക്കുക. അപ്പോൾ ഇതാണ് ഫസ്റ്റ് പയൽ ചൂസ് ചെയ്തവർക്ക് കിട്ടിയിരിക്കുന്ന സ്പ്രെഡ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഈ ഒരു മാസത്തിൻ്റെ അവസാന പകുതിയാണ് ആദ്യ പകുതിയേക്കാൾ എന്തുകൊണ്ടും മെച്ചമായിട്ട് വരുന്നത്. ഇവിടെ നിങ്ങൾക്ക് മാസത്തിൻ്റെ ഒരു ആദ്യ പകുതിയിൽ പല രീതിയിലുള്ള ഒരു തടസ്സങ്ങൾ നിൽക്കുന്നതായിട്ട് നിങ്ങൾക്ക് തന്നെ സ്വയമേ ഫീൽ ചെയ്തേക്കാം. അതായത് പലപ്പോഴും ഒറ്റപ്പെട്ടിരിക്കുന്ന ഒരവസ്ഥ, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ തീരുമാനങ്ങൾ എടുക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കാത്തൊരവസ്ഥ, ചില കാര്യങ്ങളെക്കുറിച്ച് മനസ്സിനകത്ത് അനാവശ്യമായിട്ടുള്ള ടെൻഷൻ, ഉത്കണ്ഠ അല്ലെങ്കിൽ ഭയം, ഇങ്ങനെയൊക്കെയുള്ളൊരു കാര്യങ്ങൾ മനസ്സിനകത്ത് ഉണ്ടാവാനുള്ളൊരു സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു സമയത്ത് ദൂരയാത്ര നടത്തേണ്ടതായിട്ട് വരാനുള്ളൊരു സാഹചര്യങ്ങളുണ്ട്. ഇനി വിദേശത്തേക്കൊക്കെ പോകാനായി കാത്തിരുന്ന വ്യക്തികളാണ്, അല്ലെങ്കിൽ വിദേശത്തേക്ക് പോകാനായിട്ടൊക്കെ റെഡിയായി നിൽക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അതിനുള്ളൊരു സാഹചര്യം, നിങ്ങളുടെ ആഗ്രഹം പോലെ തന്നെ നിങ്ങൾക്ക് വിദേശത്തേക്ക് പോകാനും അതുപോലെ തന്നെ ദൂരയാത്രകൾ എന്തെങ്കിലും തീരുമാനിച്ചിട്ടുള്ള വ്യക്തികളാണെന്നുണ്ടെങ്കിൽ അതൊക്കെ നടത്തിയെടുക്കാനൊക്കെ സാധിക്കുന്ന ഒരു സമയമാണ്. അതുപോലെ തന്നെ മാസത്തിൻ്റെ തുടക്കത്തിൽ അത്ര അനുകൂലമായിട്ടുള്ള സമയമായി നിങ്ങൾക്ക് തോന്നിയില്ലെങ്കിൽ കൂടിയും പിന്നീട് പതിയെ പതിയെ കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായിട്ട് വരുന്ന ഒരവസ്ഥയിലേക്ക് മാറുന്ന ഒരു സാഹചര്യമാണ്. അതുപോലെ തന്നെ പുതിയതായിട്ട് എന്തെങ്കിലും സംരംഭങ്ങളൊക്കെ തുടങ്ങാനായിട്ട് നിങ്ങൾക്ക് പ്ലാൻ ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ അല്പകാലത്തേക്കും കൂടി നീട്ടിവെക്കുന്നതായിരിക്കും വളരെയധികം നല്ലത്. കാരണം സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾ ഒരുപാട് ചെലവഴിച്ചുകൊണ്ട്, അല്ലെങ്കിൽ മറ്റുള്ളവരെ സഹായിക്കുന്ന കാര്യങ്ങളായിക്കോട്ടെ, അല്ലെങ്കിൽ നിങ്ങൾ തന്നെ ഇതുപോലെയുള്ള പുതിയ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് പണം ചെലവഴിക്കുന്നതൊന്നും അത്രയധികം നിങ്ങൾക്ക് യൂസ്ഫുള്ളായിട്ട് വരാനുള്ള സാധ്യതയില്ല. അതുകൊണ്ട് തന്നെ ധനപരമായിട്ടുള്ള ഇടപാടുകൾ താൽക്കാലികമായിട്ട് നടത്താതിരിക്കുന്നത് തന്നെയായിരിക്കും നിങ്ങൾക്ക് ഉചിതമായിട്ടുള്ളത്. അതുപോലെ തന്നെ ഒരുപാട് നാളുകളായിട്ട് ഏതെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി നിങ്ങൾ അമിതമായിട്ട് അധ്വാനിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു എനർജി കൊടുക്കുന്നുണ്ടെങ്കിൽ അതിന് വേണ്ടത്ര ഒരു റിസൾട്ട് ഉണ്ടാവില്ല എന്ന് സ്വയമേ വിചാരിച്ച് ഒരുപാട് മാനസിക സമ്മർദ്ദങ്ങളിൽ ഉണ്ടാവാനുള്ളൊരു സാധ്യതയുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അമിതമായിട്ടുള്ള ഉത്കണ്ഠ അല്ലെങ്കിൽ ആ ഒരു രീതിയിലുള്ള ടെൻഷനൊക്കെ അടിച്ച് ആരോഗ്യപരമായ കാര്യങ്ങൾ ഒരു മോശമായിട്ടുള്ള സ്ഥിതിയിലേക്ക് എത്തിച്ചേരാനുള്ളത് സാഹചര്യം ഉള്ളത് കൊണ്ട് തന്നെ അങ്ങനെയുള്ള ഒരു ചിന്താഗതികൾ മാക്സിമം ഒഴിവാക്കി മുന്നോട്ട് പോവുക. അതുപോലെ തന്നെ ചില പുതിയ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഉണ്ടാകുന്നുണ്ട്. അതുപോലെ തന്നെ ചില കാര്യങ്ങൾ നിങ്ങൾ തന്നെ നിർത്തേണ്ടതായിട്ടുള്ള സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഒരുപാട് നാളുകളായിട്ട് നിങ്ങളെ കൺഫ്യൂസ് ചെയ്തിരുന്ന, അല്ലെങ്കിൽ നിങ്ങൾ ഒരുപാട് വിഷമിപ്പിച്ചിരുന്ന, തീരുമാനമെടുക്കാൻ ബുദ്ധിമുട്ടിച്ചിരുന്ന എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ അതിൽ നിന്ന് സ്വയമേ ഇറങ്ങിപ്പോവുക, അല്ലെങ്കിൽ ആ ഒരു കാര്യത്തിന് ഉചിതമായിട്ടുള്ളൊരു തീരുമാനമെടുത്ത് മുന്നോട്ട് പോകാനുള്ളൊരു സാഹചര്യമാണ് ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് തന്നെ ഒരു ബെറ്റർ ഡിസിഷൻ, നിങ്ങളുടെ ലൈഫിന് വേണ്ടുന്ന ഒരു ബെറ്റർ ഡിസിഷൻ നിങ്ങൾക്ക് ചൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ആദ്യ സമയങ്ങളിൽ കുറച്ചധികം മാനസിക സംഘർഷങ്ങളിലേക്ക് നിങ്ങൾ പോകുന്നുണ്ടെങ്കിൽ കൂടിയും തീർച്ചയായിട്ടും നിങ്ങളുടെ ആ ഒരു മാനസികാവസ്ഥയ്ക്ക് ഒരുപാട് മാറ്റം വരുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫ് കുറച്ചും കൂടി സ്റ്റേബിളായിട്ട് മാറുന്നതായിട്ട് നമുക്ക് കാണാം. അതുപോലെ തന്നെ വളരെ കാലമായിട്ട് ഒരു കുഞ്ഞിന് വേണ്ടി ആഗ്രഹിച്ചിരുന്ന ദമ്പതിമാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ളൊരു മാറ്റമാണ് വരുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരുപാട് സന്തോഷം നൽകുന്ന, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു കാത്തിരിപ്പിന് ഒരു അവസാനം ഉണ്ടാകുന്ന തരത്തിൽ ഒരു നല്ല മാറ്റം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം എന്നുള്ളതാണ്. അതുപോലെ തന്നെ ചിലരെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ വീട് വിട്ട് മാറി നിൽക്കാനുള്ള ഒരു യോഗമൊക്കെ ഉണ്ട്. ചിലപ്പോൾ താൽക്കാലികമായിട്ടാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീട് വിട്ട് മാറി നിൽക്കേണ്ടുന്ന അവസ്ഥ, ചിലർക്ക് പുതിയൊരു ഗൃഹമാറ്റമായിരിക്കാം, പഴയ വീട്ടിൽ നിന്ന് പുതിയ വീട്ടിലേക്ക് മാറുക, ആ ഒരു തരത്തിലുള്ള മാറ്റങ്ങളെല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവാനുള്ള ഒരു സാഹചര്യമുണ്ട്.
അതുപോലെ തന്നെ ശത്രുക്കളെ കൊണ്ട് ബുദ്ധിമുട്ട് നേരിടുന്ന വ്യക്തികളാണ്, അല്ലെങ്കിൽ ഒരുപാട് മാനസിക ബുദ്ധിമുട്ടുകളൊക്കെ നേരിടുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ ആ ഒരു ശത്രുശല്യം ഒഴിഞ്ഞു പോകാൻ, മാനസികമായിട്ടുള്ള സന്തോഷങ്ങൾ പതിയെ തിരിച്ചു വരാനുള്ള ഒരവസ്ഥ. അതുപോലെ തന്നെ ഏതെങ്കിലും തരത്തിൽ നിങ്ങൾക്കൊരു സ്വാതന്ത്ര്യമില്ലായ്മ അനുഭവപ്പെട്ടിരുന്നു, അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ ജോലിസ്ഥലത്തായിരിക്കാം, അല്ലെങ്കിൽ കുടുംബത്തിലായിരിക്കാം ആകെ ഒറ്റപ്പെട്ട്, അല്ലെങ്കിൽ മറ്റുള്ള ഒരാളുടെ ഒരു ദയാദാക്ഷിണ്യത്തിലൊക്കെ കഴിയേണ്ടുന്ന ഒരു അവസ്ഥയാണെന്നുണ്ടെങ്കിൽ അതിനെല്ലാം ഒരു മാറ്റം വന്ന് നിങ്ങൾക്ക് ആ ഒരു സ്വാതന്ത്ര്യം, അല്ലെങ്കിൽ ഒരു നഷ്ടപ്പെട്ട ആ ഒരു ജീവവായു തിരിച്ചു കിട്ടിയ പോലെയുള്ള ഒരു സന്തോഷം അനുഭവിക്കാനുള്ള ഒരു യോഗമുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ സ്നേഹിച്ചിരുന്ന ഒരു വ്യക്തിയുമായിട്ടുണ്ടായ ഒരു അകൽച്ച, ചിലപ്പോൾ നിങ്ങളുടെ ഒരു ആത്മമിത്രമായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു പങ്കാളിയായിരിക്കാം, ഭാര്യയോ ഭർത്താവോ ആയിരിക്കാം. അപ്പോൾ ഒരുപാട് നാളുകളായിട്ട് അകന്ന് കഴിയുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു വ്യക്തി ലൈഫിലേക്ക് തിരിച്ചു വരാൻ, ആ ഒരു വ്യക്തിയുടെ അപ്രതീക്ഷിതമായിട്ടുള്ള തിരിച്ചുവരവ് നമുക്കിവിടെ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ കോടതി വ്യവഹാരങ്ങളൊക്കെ നേരിടുന്ന വ്യക്തിയാണെന്നുണ്ടെങ്കിൽ മാസത്തിൻ്റെ ഒരു അവസാന പകുതിയോടുകൂടി നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ളൊരു തീരുമാനം ഉണ്ടാവാൻ, അല്ലെങ്കിൽ നിങ്ങൾ ഒരുപാട് നാളുകളായിട്ട് കാത്തിരുന്ന ഒരു റിസൾട്ട് ഉണ്ടാവാനുള്ള സാഹചര്യമൊക്കെ ഉണ്ടാവുന്നുണ്ട്. വിദ്യാർത്ഥികളെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പഠന കാര്യങ്ങളിൽ നല്ല രീതിയിലുള്ളൊരു ശ്രദ്ധ ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ ആഗ്രഹിച്ച ഒരു റിസൾട്ട് ഉണ്ടാവുള്ളൂ. ഒരു പരിധി വരെ, അല്ലെങ്കിൽ ഒരു ആവറേജ് എന്നുള്ള രീതിയിൽ മുന്നോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ വിചാരിച്ചത്ര ഒരു സക്സസ് ലൈഫിൽ ഇല്ലാതെ വന്നേക്കാം, അല്ലെങ്കിൽ ഈ ഒരു സമയം നിങ്ങൾക്ക് അത്ര അനുകൂലമല്ലാത്തത് കൊണ്ട് തന്നെ നല്ലൊരു ഹാർഡ് വർക്ക് ചെയ്തെങ്കിൽ മാത്രമേ നിങ്ങൾ ഉദ്ദേശിച്ചൊരു റിസൾട്ട് നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. അതുപോലെ തന്നെ ഈ ഒരു സമയം എന്ന് പറയുന്നത് പല കാര്യങ്ങൾക്കും നിങ്ങൾ സ്വമേധയാ തീരുമാനങ്ങൾ എടുക്കേണ്ടുന്ന ഒരു സമയം തന്നെയാണ്. ഒരിക്കലും അതിന് മറ്റൊരാളെ പ്രതീക്ഷിച്ചോ, അല്ലെങ്കിൽ മറ്റാരുടെങ്കിലും ഒരു അനുവാദം മേടിച്ചോ നിന്നിട്ട് നിങ്ങൾക്കതിന് മുന്നോട്ട് പോകാനായിട്ട് കഴിയില്ല. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടേതായ കാര്യങ്ങൾ, അല്ലെങ്കിൽ നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന എന്തെങ്കിലും പ്രശ്നങ്ങളോ ഉത്തരവാദിത്തങ്ങളോ ഒക്കെ നിങ്ങൾക്കുണ്ടെങ്കിൽ അതിന് നിങ്ങൾ തന്നെ ഒരു തീരുമാനം എടുക്കേണ്ടതാണ്. അങ്ങനെ നിങ്ങളുടെ സ്വയം ഒരു തീരുമാനത്തിൽ മുന്നോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും അതിനൊരു പാളിച്ച ഉണ്ടാവില്ല. നിങ്ങൾക്ക് ധൈര്യമായിട്ട് നിങ്ങളുടെ ഒരു തീരുമാനത്തെ വിശ്വസിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കുന്നൊരു സമയം തന്നെയാണ്. അതുപോലെ തന്നെ മാസത്തിൻ്റെ ആദ്യ പകുതിയിൽ നിങ്ങളെ ഒരുപാട് ബുദ്ധിമുട്ടിച്ചിരുന്ന എന്തെങ്കിലും ഉത്തരവാദിത്തങ്ങളോ, അല്ലെങ്കിൽ അങ്ങനെയുള്ള എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കതൊരു ബാലൻസിലേക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും. അല്ലെങ്കിൽ എന്താണോ നിങ്ങളുടെ പ്രശ്നം അതിനൊരു പരിഹാരം കണ്ടെത്തി നിങ്ങൾക്കതൊരു സമനിലയിൽ കൊണ്ടുപോകാൻ, അല്ലെങ്കിൽ നിങ്ങൾക്ക് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയിലേക്ക് മാറ്റിയെടുക്കാനായിട്ട് സാധിക്കുന്നൊരു സമയം കൂടിയാണ്. എല്ലാ കാര്യങ്ങളും നമ്മളുടെ കൈപ്പിടിയിൽ ഒതുങ്ങി എന്ന് നിങ്ങൾക്ക് സ്വയം ഫീൽ ചെയ്യാനായിട്ട് സാധിക്കുന്ന ഒരു സമയമാണ് മാസത്തിൻ്റെ ഒരു അവസാനം എന്ന് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് ഫയൽ ചൂസ് ചെയ്തവരെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു സമ്മിശ്രമായിട്ടുള്ള ഫലങ്ങളാണ് നിങ്ങൾക്ക് ഈ ഒരു മാസം ഉണ്ടാകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നല്ല രീതിയിലുള്ള ഒരു പ്രാർത്ഥനയും ആ ഒരു ദൈവാധീനമൊക്കെ നിങ്ങൾക്ക് നേടിയെടുക്കാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ കൂടുതലും അനുകൂലമായിട്ടുള്ള ഫലങ്ങൾ തന്നെയായിരിക്കും നിങ്ങൾക്ക് ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ ഇവിടെ മാസത്തിൻ്റെ ആദ്യ ഒരു പകുതിയേക്കാൾ ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞതുപോലെ അവസാനത്തെ പകുതിയാണ് കൂടുതൽ മെച്ചമായിട്ട്, അല്ലെങ്കിൽ എല്ലാം കൊണ്ടും നിങ്ങൾക്ക് അനുകൂലമായിട്ടും, നിങ്ങളുടെ ഒരു മെൻ്റൽ സ്റ്റെബിലിറ്റി ആയിക്കോട്ടെ, അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിലും കൂടുതൽ അനുകൂലമായിട്ട് വരുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നല്ല രീതിയിലുള്ള പ്രാർത്ഥനയോടുകൂടി മുന്നോട്ട് പോവുക. അപ്പോൾ ഇതാണ് സെക്കൻഡ് പയൽ ചൂസ് ചെയ്തവർക്ക് കിട്ടിയിരിക്കുന്ന സ്പ്രെഡ്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പൊതുവേ നിങ്ങൾക്ക് ആ ഒരു ദൈവാധീനമുള്ള ഒരു മാസം തന്നെയാണ്. അതായത് ചിലപ്പോൾ ഒരുപാട് നാളുകളായിട്ട് നിങ്ങൾക്ക് ലഭിക്കാതിരുന്ന ചില കാര്യങ്ങൾ, അല്ലെങ്കിൽ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ ചില കാര്യങ്ങളെല്ലാം തിരിച്ചു കിട്ടാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലൊരു ക്ലേശങ്ങൾ അല്ലെങ്കിൽ ദുഃഖങ്ങളൊക്കെ ഉണ്ടാവാനുള്ളൊരു സാഹചര്യമുണ്ട് എന്ന് നിങ്ങൾക്ക് തന്നെ തോന്നിയിട്ടുണ്ടാവാം. അല്ലെങ്കിൽ ചില കാര്യങ്ങളിൽ നിങ്ങൾ അതിൻ്റെ ഒരു റിസൾട്ടായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്നത് അത്ര നല്ല കാര്യങ്ങളായിരിക്കില്ല, അല്ലെങ്കിൽ അത്രയും നല്ലൊരു റിസൾട്ട് നിങ്ങൾക്ക് ഉണ്ടാവില്ല എന്ന് പ്രതീക്ഷിച്ചിട്ടുള്ള ചില കാര്യങ്ങൾക്കെല്ലാം അപ്രതീക്ഷിതമായിട്ട് നല്ലൊരു റിസൾട്ട് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ചിലപ്പോൾ നിങ്ങളുടെ കണക്കുകൂട്ടലിൽ അത്രയും വലിയൊരു റിസൾട്ട് ഉണ്ടാവും എന്ന് നിങ്ങൾ കരുതി കാണില്ല. ഇപ്പോൾ എക്സാംസൊക്കെ പോലെയുള്ള കാര്യങ്ങൾ പ്രിപ്പയർ ചെയ്യുന്ന വ്യക്തികളാണ്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മത്സര പരീക്ഷയിൽ തയ്യാറെടുക്കുന്നവരാണ്. അപ്പോൾ അത്ര നിങ്ങൾക്ക് വലിയ ശുഭപ്രതീക്ഷയുള്ള കാര്യമായിരിക്കില്ല, അതിൻ്റെ ഔട്ട്കം നന്നായിരിക്കുമെന്നൊന്നും നിങ്ങൾ ചിലപ്പോൾ വിചാരിച്ചിട്ടുണ്ടാവില്ല. പക്ഷേ അങ്ങനെയുള്ള കാര്യങ്ങൾക്കെല്ലാം നിങ്ങൾ പോലും നനച്ചിരിക്കാതെ ഒരുപാട് ഭാഗ്യങ്ങൾ നിങ്ങൾക്ക് വരുന്നൊരു സമയം തന്നെയാണ്. അതുപോലെ തന്നെ കൂടുതലായിട്ടും നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾക്ക് ശ്രദ്ധ കൊടുക്കുന്നൊരു സമയമാണ്. അപ്പോൾ ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങൾക്കാണെന്നുണ്ടെങ്കിലും, അല്ലെങ്കിൽ ഒരു ഫിസിക്കൽ ബ്യൂട്ടിയോ അങ്ങനെ എന്ത് വേണമെങ്കിലും പറയാം. അപ്പോൾ നിങ്ങളുടേതായ കാര്യങ്ങൾക്ക് നിങ്ങൾ ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. ചിലപ്പോൾ ഇത്രയും നാളും നിങ്ങൾ മറ്റുള്ളവരുടെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് കൂടുതൽ സമയം ചെലവഴിച്ചിരുന്ന ഒരു വ്യക്തിയായിരിക്കാം. നിങ്ങളുടെ കാര്യങ്ങളൊന്നും അത്ര കെയർ ചെയ്യാതെ പോയിരുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ കൂടുതലായിട്ടും നിങ്ങളുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ, അല്ലെങ്കിൽ സ്വയം ഒരു സെൽഫ് ലവ് ഒക്കെ ചെയ്ത് മുന്നോട്ട് പോകാൻ വളരെയധികം സാധ്യത കൂടുതലുള്ളൊരു സമയം തന്നെയാണ്. അതുപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് മറ്റുള്ളവരോട് ഇടപഴകുന്ന രീതി ഒന്ന് ശ്രദ്ധിച്ച് പെരുമാറേണ്ടുന്നൊരു സമയം കൂടിയാണ്. അതായത് ചിലപ്പോൾ നിങ്ങൾ മനസ്സിലൊന്നും വെക്കാതെ ആയിരിക്കും വളരെ ഫ്രീ ആയിട്ട് സംസാരിക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ വളരെയധികം അടുപ്പമുള്ള വ്യക്തികളോടാണെന്നുണ്ടെങ്കിൽ പോലും
പറയുന്ന ചില കാര്യങ്ങളെല്ലാം പിന്നീട് നിങ്ങൾക്ക് വിനയായിട്ട് വരാനുള്ളൊരു സാധ്യതയുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിലായിരിക്കില്ല ആളുകൾ അത് മനസ്സിലാക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ സംഭാഷണത്തിൽ ഒരു മിതത്വം പാലിക്കുന്നത് വളരെയധികം നല്ലതായിരിക്കും. ഏതെങ്കിലും രീതിയിൽ സമൂഹത്തിൽ പ്രശസ്തരായിട്ടുള്ള വ്യക്തികളോ അല്ലെങ്കിൽ നിങ്ങൾ ഒരുപാട് കാലങ്ങളായിട്ട് കാണണമെന്ന് ആഗ്രഹിച്ച അല്ലെങ്കിൽ പരിചയപ്പെടണമെന്ന് ആഗ്രഹിച്ചിട്ടുള്ള ചില വ്യക്തികളൊക്കെ നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വരാനുള്ളൊരു സാധ്യതയുണ്ട്. അല്ലെങ്കിൽ അങ്ങനെയുള്ള ഉയർന്ന ഒരു രീതിയിൽ നിൽക്കുന്ന വ്യക്തികളുമായിട്ട് പരിചയപ്പെടാനായിട്ട് അല്ലെങ്കിൽ ഒരു ബന്ധം സ്ഥാപിക്കാനൊക്കെ അവസരമുള്ളൊരു സമയം തന്നെയാണ്. അതുപോലെ തന്നെ ചിലരെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ദീർഘദൂര യാത്രകൾ വേണ്ടതായിട്ട് വന്നേക്കാം. ചിലരെ സംബന്ധിച്ച് അതൊരു തീർത്ഥാടന യാത്ര പോലെയുള്ള കാര്യങ്ങളായിരിക്കാം. അല്ലെങ്കിൽ നിങ്ങൾ ഒരുപാട് നാളുകളായിട്ട് വെയിറ്റ് ചെയ്തിരുന്നിട്ട് നിങ്ങൾക്ക് നടത്താൻ പറ്റാത്ത ഏതെങ്കിലും യാത്രകളൊക്കെ ഉണ്ടെങ്കിൽ അതിനെല്ലാം നിങ്ങൾക്ക് ഒരുപാട് അനുകൂലമായിട്ടുള്ളൊരു സമയം തന്നെയാണ്. അതുപോലെ സാമ്പത്തികമായ കാര്യങ്ങളെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അപ്രതീക്ഷിതമായിട്ട് ധനനേട്ടം വരാവുന്ന ഒരു സമയം തന്നെയാണ്. പ്രത്യേകിച്ച് മാസത്തിൻ്റെ ഒരു ആദ്യ പകുതി എന്ന് പറയുമ്പോൾ ചിലപ്പോൾ നിങ്ങളുടെ ഒരു പൂർവിക സ്വത്ത് ലഭിക്കുന്നതായിരിക്കാം. അല്ലെങ്കിൽ ഒരുപാട് നാളുകളായിട്ട് നിങ്ങൾ കടം കൊടുത്ത പൈസ നിങ്ങൾക്ക് ഇതുവരെ തിരിച്ച് കിട്ടിയിട്ടുണ്ടാവില്ല. അല്ലെങ്കിൽ അതിനുവേണ്ടി നിങ്ങൾ ഒരുപാട് അലഞ്ഞിട്ടുണ്ടാവണം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വന്നു ചേരാനുള്ളൊരു സമയം. അല്ലെങ്കിൽ ലോട്ടറി അടിക്കുക, അല്ലെങ്കിൽ നമ്മൾക്ക് ഇൻഷുറൻസ് തുക പോലെയുള്ള കാര്യങ്ങൾ എന്തെങ്കിലും കിട്ടാനുണ്ടെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ വന്നു ചേരുക. അങ്ങനെ തീർത്തും അപ്രതീക്ഷിതമായിട്ട് അല്ലെങ്കിൽ നമ്മൾക്കത് പെട്ടെന്നൊന്നും കിട്ടില്ല എന്ന് നമ്മൾ തന്നെ ചിലപ്പോൾ എഴുതിത്തള്ളിയ കാര്യങ്ങളായിരിക്കാം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വന്നു ചേരാനുള്ള ഒരു സമയം. അല്ലെങ്കിൽ അങ്ങനെ വന്നു ചേരുന്ന ഒരു ധനം നല്ല ശുഭകരമായിട്ടുള്ള കാര്യങ്ങൾക്ക് വിനിയോഗിക്കാനുള്ളൊരു സമയം തന്നെയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു രീതിയിൽ അപ്രതീക്ഷിതമായിട്ടുള്ള ധനവരവ് ഉള്ളതുപോലെ തന്നെ അമിതമായിട്ടുള്ള ഒരു വ്യയം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അല്ലെങ്കിൽ ദുർച്ചെലവുകളും ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ധനപരമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ നല്ല രീതിയിൽ അത് സസൂക്ഷ്മം ശ്രദ്ധിച്ച് തന്നെ കൈകാര്യം ചെയ്യേണ്ടുന്ന ഒരു സമയം കൂടിയാണ്. കാരണം വരുന്ന ആ ഒരു ധനം നിങ്ങളുടെ കൈകളിൽ സ്റ്റേബിളായിട്ട് നിൽക്കാൻ അല്ലെങ്കിൽ സൂക്ഷിക്കുന്ന ഒരു രീതിയിൽ നല്ല രീതിയിൽ മുന്നോട്ട് പോകാനുള്ള ഒരു സാധ്യത ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കുറച്ചും കൂടി ബെറ്ററായിട്ട് ആ ഒരു മണി മാനേജ്മെൻറ്റ് നിങ്ങൾ ചെയ്യേണ്ടുന്ന ഒരു സമയം കൂടിയാണ്. അതുപോലെ തന്നെ ആഘോഷങ്ങളിൽ പങ്കെടുക്കാനുള്ളൊരു സാധ്യതയുണ്ട്. ചിലപ്പോൾ നിങ്ങൾ ഒരുപാട് നാളുകളായിട്ട് കാണാതിരുന്ന ഒരു വ്യക്തി നിങ്ങളുടെ ചിലപ്പോൾ പഴയൊരു സുഹൃത്തോ അല്ലെങ്കിൽ നിങ്ങൾ സ്നേഹിച്ചിരുന്നൊരു വ്യക്തിയൊക്കെ ആവാം വീണ്ടും നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വരാനും അവരോട് ഒരുമിച്ച് ഒരു സന്തോഷകരമായിട്ടുള്ള നിമിഷങ്ങൾ ഉണ്ടാവാനുള്ള ഒരു സാധ്യത തീർച്ചയായിട്ടും നിങ്ങളുടെ ഒരു റീയൂണിയൻ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുപോലെ സിംഗിളായിട്ടിരിക്കുന്ന വ്യക്തികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫിലേക്ക് ഒരു പുതിയ പ്രണയം കടന്നു വരാനുള്ളൊരു സാധ്യതയുണ്ട്. ചിലപ്പോൾ നിങ്ങൾ മുൻപിൻ നോക്കാതെ ആ ഒരു പ്രണയത്തിലേക്ക് എടുത്തു ചാടാനുള്ള ഒരു സാധ്യതയുണ്ട്. അതായത് സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനും അവസരങ്ങളുള്ള ഒരു ടൈം തന്നെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെയുള്ള ഒരു റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയൊരു വ്യക്തി അല്ലെങ്കിൽ ഒരുപാട് നാളുകളായിട്ട് കോൺടാക്റ്റിൽ നിന്ന് മാറിപ്പോയൊരു പേഴ്സണൊക്കെ വീണ്ടും നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വരാൻ അവരോട് ഒരുമിച്ച് സന്തോഷകരമായിട്ടുള്ള നിമിഷങ്ങൾ പങ്കിടാൻ ഇങ്ങനെയുള്ള ഒരുപാട് യോഗങ്ങളുള്ള ഒരു സമയം തന്നെയാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് അർഹമായിട്ടുള്ള അംഗീകാരങ്ങൾ വന്നു ചേരുന്ന ഒരു സമയം തന്നെയാണ്. നിങ്ങൾ ഏതെങ്കിലും ഒരു കാര്യത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി ഒരുപാട് അധ്വാനിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ മാനസികമായിട്ടാണെന്നുണ്ടെങ്കിലും ശാരീരികമായിട്ടാണെന്നുണ്ടെങ്കിലും ഒരുപാട് എഫേർട്ട് ഇട്ട് അതിനുവേണ്ടി അധ്വാനിച്ചിട്ടുണ്ടെങ്കിൽ അതിനുള്ള ഒരു റിസൾട്ട് ലഭിക്കുന്ന ഒരു സമയമാണ്. അതുപോലെ തന്നെ മാസത്തിൻ്റെ ഒരു അവസാന പകുതിയിൽ നിങ്ങളുടേതായ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് കൂടുതലൊരു സമയം ചെലവഴിക്കുക അല്ലെങ്കിൽ നിങ്ങളുടെ ജോലിസ്ഥലത്തായിരിക്കാം ഒരു ഹാർഡ് വർക്ക് ചെയ്യേണ്ടുന്ന അവസ്ഥ അല്ലെങ്കിൽ ചില വ്യക്തികളായിട്ടൊരു കോമ്പറ്റീഷൻ എന്നുള്ളൊരു രീതിയിൽ മുന്നോട്ട് പോകേണ്ടുന്ന അവസ്ഥ. അതായത് ചിലപ്പോൾ നമ്മളുടെ കൊളീഗ്സൊക്കെ ആയിട്ടാണെന്നുണ്ടെങ്കിലും ഒരു മത്സര മനോഭാവത്തിൽ പെരുമാറേണ്ടുന്ന ഒരു സാഹചര്യമൊക്കെ വരാവുന്ന ഒരു ടൈം തന്നെയാണ്. അതുപോലെ തന്നെ ചിലപ്പോൾ നിങ്ങൾക്ക് മാനസികമായിട്ട് താല്പര്യമില്ലാത്ത വ്യക്തികളെ അകറ്റി നിർത്താനുള്ള ഒരു സാഹചര്യം ഉണ്ടാകുന്നതാണ്. അല്ലെങ്കിൽ അങ്ങനെയുള്ള വ്യക്തികളുമായിട്ട് ഒന്ന് പറഞ്ഞ് മുഷിയാനുള്ളൊരു സാഹചര്യമുണ്ട്. അപ്പോൾ ഇതാണ് സെക്കൻഡ് പൈൽ ചൂസ് ചെയ്തവർക്കുള്ള റീഡിംഗ്. അപ്പോൾ നമ്മളിവിടെ പൊതുവെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെയധികം നല്ലൊരു ശുഭകരമായിട്ടുള്ളൊരു സമയം തന്നെയാണ്. അല്ലെങ്കിൽ നിങ്ങളുടെ അശ്രദ്ധ കൊണ്ട് എന്തെങ്കിലും അബദ്ധങ്ങൾ സംഭവിക്കുക എന്നുള്ളത് ഒഴിച്ചു കഴിഞ്ഞാൽ വളരെ നല്ല രീതിയിൽ നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ ഒരുപാട് ആഗ്രഹങ്ങൾ സക്സസ്ഫുൾ അല്ലെങ്കിൽ ആ ഒരു വിഷ് ഫുൾഫിൽമെൻറ്റിലേക്കൊക്കെ എത്തുന്ന ഒരു ടൈം കൂടിയാണ്. അപ്പോൾ നല്ല രീതിയിലുള്ള പ്രാർത്ഥനയും കൂടി നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ആ ഒരു സപ്പോർട്ടും കൂടി ഉണ്ടെങ്കിൽ ഒരു പരിധിവരെ നിങ്ങൾക്ക് വളരെ സന്തോഷകരമായിട്ട് മുന്നോട്ട് പോകാം.